എടി നീ തന്നെ മാനേജ് ചെയ്തോളൂല്ലോ അല്ലേ? ഒഴിവാക്കായിരുന്നു, പക്ഷേ അവരോടെല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്തു പോയി. ഒരു 8:30 ആവുന്നതിനും ഞാൻ എത്തേക്കാം. നാളത്തെ കാര്യമൊക്കെ റെഡിയല്ലേ? നാളത്തെ കാര്യം എന്താ? പള്ളിയിലെ കാര്യമൊക്കെ ജോൺച്ചാൻ വിളിച്ച് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡ്രസ്സും ക്രൗണും ക്യാൻഡിലും അതിനകത്തില്ലേ? എൻ്റെ വണ്ടിയുടെ കാര്യം അത് രായണ സെറ്റ് ആയിക്കോളും. ഓക്കെ. അഞ്ചല പറയടാ. ഞാൻ ബൊക്കോയിൽ നിൽക്കുകയാണ്. ഏതെടുക്കേ? അങ്ങനെ വെച്ചാൽ ഈ ലോകത്തുള്ള എല്ലാ ഐറ്റവും ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് റമ്മല്ലേ പ്രിയം? അത് മതിയാ? അത് സാരല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്തോ. ആണോ? അങ്ങനെയാണെങ്കിൽ വിസ്കി എടുക്കട്ടാ. എത്ര പേരെ പോവാം? ഒരു 1500, 2500, 3000. അതിന് സിംഗിൾ മാൾട്ടൊന്നും കിട്ടൂല കേട്ടാ. വല്ല ബ്ലെൻഡും പിടിക്കാം. ഓ ആ പ്രതീക്ഷ പോയി കിട്ടി. നിങ്ങൾ 3 പേരല്ലേ? അപ്പൊ 4 പെഗ് വെച്ച് കുറച്ച് കൂടുതലല്ലേ? എണ്ണം വെച്ചോ. 4ാമത്തെ പെഗിൽ 3ാമത്തെ ഐസ് കട്ട വീഴുന്നതിന് മുമ്പ് അനീഷാണ്ണൻ എത്തിയിരിക്കും. ശംഭുവും നിശയ്ക്ക് സ്തുതിയായിരിക്കും. അണ്ണാച്ചിക്കിളി, അണ്ണാച്ചിക്കിളി. ഉലകമെன்றுം ഒരേ മൊഴി. അയ്യോ വരണു. ആ മച്ചമ്മ ഇനി എത്തിയാ? താമസം ഒന്നാ സാധനം എല്ലാം കിട്ടിയാ? കിട്ടാ. പിന്നെ പൊറോട്ട, ലിവർ ഫ്രൈ, ചിക്കൻ ഫ്രൈ, ബീഫ് ഫ്രൈ, ഏത്തക്കപ്പം, നിങ്ങളുടെ കപ്പപ്പഴം, പിന്നെ സിഗരറ്റും മിച്ചർ അതാ തിന്നു. എനിക്കും ഇല്ല ആഗ്രഹം. എടേ സാധനം കിട്ടിയാ? കിട്ടാതെ പിന്നെ വെക്കാം. എന്തൊരു ഭംഗി. BANL. നിങ്ങളെന്തൊരു അക്ഷരം പഠിക്കണ? ബാലൻ എന്തോന്നല്ലേ അണ്ണാ? നല്ല നീറ്റ് സാധനം. കണ്ണും പൂട്ടി അടിച്ച സിംഗിൾ മാൾട്ട് മാറിയിരിക്കും. വിലയും പോതി. ഓ രോമാഞ്ചം. പിന്നെ കുറുവി നോക്കാത്തത് സിംഗിൾ കിട്ടുമായിരുന്നല്ലോ. ഫ്രൈക്കാര് മടിയെന്ന ഒരു വിധത്തിൽ ചോദിക്കായിരുന്ന നന്നായിടെ. കുപ്പി വാങ്ങിച്ചതിലല്ല കാര്യം. കൊച്ചിന്റെ മാമോദീസയുടെ തലേ ദിവസം നമ്മളെ കൂടെ വെള്ളമടിക്കാൻ വരാൻ കാണിച്ച മനസ്സുണ്ടല്ലോ, അതാണ് സ്നേഹം. സ്നേഹം അങ്ങേർക്കും അടിക്കാൻ മുട്ടിയിരിക്കേണ്ട. അല്ല സ്നേഹം കൊണ്ടൊന്നും അല്ല. നിനക്ക് അങ്ങനെയൊക്കെ തോന്നും. നിങ്ങൾ പറഞ്ഞ കാര്യം പറഞ്ഞില്ലായിരുന്നല്ലോ. പോലീസുകാരങ്ങനെ വരെ പറയിച്ചോണ്ട് വരാറില്ലല്ലോ. നീ എങ്ങോട്ടാ? നീ എനിക്കൊരു ഷൂട്ട് ഉണ്ട് ചേച്ചി. ഇന്നോ? നിനക്ക് ഫുൾ ടൈം മരണ പണിയാണല്ലോടേ. നിന്റെ ഇത്തിരി നേരമായ ചേച്ചി കേറി വാ. പോട്ടെന്നാ. കൊച്ചിന്റെ മാമോദിസക്കെങ്കിലും കാണൂടേ? ഉണ്ടേ. അനി നീ ബൈക്ക് എടുക്കില്ലേ? അച്ഛാ നീ വന്നേ. ഉള്ളത് പറയാലോ. ഷൂട്ടൊന്നും അല്ല. ഓഫീസിൽ നമ്മുടെ 2 ടീംസ് ഉണ്ട്. കല്യാണത്തിന് പോലും അവർക്ക് നല്ലൊരു ചിലവ് കൊടുക്കാൻ പറ്റിയില്ല. അന്ന് തന്നെ അതിനുള്ള അവസ്ഥയൊന്നും അല്ലായിരുന്നല്ലോ. ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ടീംസാണ്. നാളെ മുതലാണ് ടൈറ്റ് വർക്കും. അപ്പം അതൊന്ന് തീർത്ത് വിടാം എന്ന് വിചാരിച്ച്. അതിനല്ല, ഇന്നിവിടുത്തെ ഹിന്ദു ക്രിസ്ത്യൻ മതസൗഹാർദ്ദം കുറച്ച് ഓവറായിരിക്കും. നല്ല സാധ്യതയുണ്ട്. അല്ലേ ഒരു കാര്യം ചെയ്യും, അച്ഛനും കൂടെ വാ. നമുക്ക് ടക്കുന്ന് 2 അടിച്ചിട്ട് വന്നേക്കെ. ചുമാര് അവളറിഞ്ഞ വയലന്റ് ആവും. പോരാത്തിന് എനിക്ക് രാത്രി പെട്രോളിംഗ് ഉള്ളതാണ്. ശരി, എന്നാ ഞാൻ ടക്കുന്ന് 2 അടിച്ചിട്ട് വന്നേക്കാം. ദേ ചേച്ചിയോട് പറഞ്ഞേക്കല്ലേ. അവളറിഞ്ഞ ആദ്യത്തെ കൂമ്പിലടി എനിക്കായിരിക്കും. പോട്ടെ. ഹലോ അനീഷ്, അഞ്ജനയാണ്. ഓ അഞ്ജന, സുഖാണോ? സുഖം. How are you, അഞ്ജന? സുഖം. തിരക്കിലാണോ? ഇല്ലില്ല, ഞാൻ ഒന്ന് ഫ്രണ്ട്സിനെ കാണാൻ പുറത്തോട്ട് ഇറങ്ങിയതാ. ഓ ആണോ? എന്നാ ഞാൻ പിന്നെ വിളിക്കാം. ഇല്ല കുഴപ്പമില്ല, എനിക്കിപ്പോ സംസാരിക്കാം. ആക്ച്വലി
ഞാനിപ്പോൾ ട്രിവാൻഡ്രത്തുണ്ട്. തിരുവനന്തപുരത്തുണ്ടോ? അതെ, കോർപ്പറേഷൻ ഓഫീസിൽ ഒരു കാര്യത്തിനായിട്ട് വന്നതാ. 2 ദിവസമായി. ഞാൻ നാളെ രാവിലെ ഡൽഹിക്ക് തിരിച്ചു പോകും. വിളിക്കേണ്ടെന്ന് വെച്ചതാണ്. പിന്നെ ഞാൻ ഈ സൺഡേ US പോവുകയാണ് പോസ്റ്റ് ഡോക്ടർ ചെയ്യാനായിട്ട്. ഷോക്കിന് പുറകെ ഷോക്കാണല്ലോ. ഇനി റിട്ടേൺ എപ്പോൾ ഉണ്ടാവാന്ന് അറിയില്ല, അതുകൊണ്ട് വിളിച്ചതാ. അഞ്ജന ഇപ്പൊ എവിടെ ഉണ്ട്? ഞാനിപ്പോൾ പബ്ലിക് ലൈബ്രറിയിൽ ചെറിയൊരു അയവിറക്കൽ. വൈകുന്നേരം എന്താ പരിപാടി? പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാണ് സ്റ്റേ, അങ്ങോട്ട് പോകണം, അത്രേ ഉള്ളൂ. മീറ്റ് ചെയ്യുന്നു? ഇപ്പോഴും ഇപ്പൊ ഐ എം നോട്ട് ഷുവർ അനീഷ്. അഞ്ജന അവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം, എന്നിട്ട് പോയിക്കോ. ഓക്കെ ഓക്കെ. സീ യു. See you. അണ്ണാ വണ്ടി പബ്ലിക് ലൈബ്രറിയിലോട്ട് വിട്ടോ. തോന്നണം ബാക്കി വെച്ചോ. ഇതിലെന്തിരി ബാക്കി?